ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മൾക്ക് ഓണം സീരീസ് സ്റ്റാർട്ട് ചെയ്യാം. ഓണം വരികയാണ്. അപ്പം ഓണം സദ്യയുടെ എല്ലാ ഐറ്റംസും നമ്മൾക്ക് ഓരോ ദിവസമായിട്ട് ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്യാം. എല്ലാവർക്കും ഒരുമിച്ച് ഇത്തവണ ഓണം ആഘോഷിക്കാം. എല്ലാവർക്കും ഓണം ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ എങ്ങനെയായിരിക്കും എന്നൊന്നും നമുക്ക് അറിയില്ല. എങ്കിലും നമ്മൾക്ക് ചെറുതായിട്ടാണെങ്കിലും ഓണം സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ട് ആഘോഷിക്കാം. അപ്പം ഞാനിങ്ങനെ എല്ലാ റെസിപ്പീസും ഓണം സദ്യയുടെ എല്ലാ റെസിപ്പീസും ഇങ്ങനെ സീരീസ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓണം സദ്യ മിനിയേച്ചറിന്റെ കുക്കിങ്ങിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അത് കംപ്ലീറ്റ് സദ്യ ഒരു വീഡിയോയിലാണ്. അതും ചെറിയ ചെറിയ വെജിറ്റബിൾസ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഓണം സദ്യ ആയിരുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പൊ ഇനി നമ്മൾക്ക് ഇത്തവണത്തെ ഓണം സദ്യ സീരീസിലോട്ട് കടക്കാം. അപ്പോൾ ഓണം സദ്യയിലെ ആദ്യത്തെ വിഭവമായിട്ടുള്ള ശർക്കര വരട്ടിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല എളുപ്പത്തിൽ തന്നെ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഏത്തയ്ക്ക എടുത്തിട്ടുണ്ട്. ഇത് നല്ല പച്ചയായിട്ടുള്ളത് തന്നെ എടുക്കണം. ഇനി അതിന് ശേഷം അത് 2 സൈഡും കട്ട് ചെയ്യുക. അതിൻ്റെ സൈഡെല്ലാം മാറ്റിയിട്ട് പിന്നെ നമ്മൾക്കിതിൻ്റെ തോല് കളഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതെല്ലാവർക്കും അറിയാമല്ലോ. ഇങ്ങനെ വരഞ്ഞെടുത്തിട്ട് നമ്മൾക്കിങ്ങനെ അതിൻ്റെ തോല് കളഞ്ഞെടുക്കാം. ഇനി ഇത് നീളത്തിലായതുകൊണ്ട് ഞാൻ നടുവേ മുറിക്കുന്നതാണ്. അപ്പം ഇനി ഇതിനെ 2 ആക്കിയിട്ട് ചെറുതാക്കി മുറിച്ചെടുക്കുക ചെയ്യേണ്ടത്. ഒരുപാട് വണ്ണത്തിലും പറ്റില്ല, ഇങ്ങനെ സ്ലൈസസ് ആക്കിയിട്ടും ചെയ്യാതെ ഈ ഒരു വലുപ്പത്തിൽ മുറിച്ചെടുക്കാം നമുക്ക്. ഇപ്പം എല്ലാം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് നന്നായിട്ട് ചൂടായിട്ട് അതിന് ശേഷം എണ്ണ ഒഴിക്കുക. വറുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിക്കുക. അത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം ഇനി നമ്മളുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള വാഴയ്ക്കൊക്കെ ഇടുക. മുറിച്ച് വെച്ചത് ഇട്ട ഉടനെ തന്നെ നമ്മൾ ഇളക്കരുത്. അതങ്ങനെ വെച്ചതിന് ശേഷം 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇനി ഇത് പതുക്കെ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം നമ്മൾക്ക് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോഴത്തെ നല്ല സൗണ്ട് വരുന്നത് വരെ, നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സൗണ്ട് വരുമല്ലോ നമ്മൾ ചിപ്സൊക്കെ ചെയ്യുമ്പോൾ, ആ ഒരു അതേപോലെ വരണം. അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് പിന്നെ അതെല്ലാം കോരിയെടുക്കാം. ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ആ സമയം കൊണ്ട് നമ്മൾക്കിനി ഇതിലോട്ടുള്ള പൊടി ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചുക്ക് ഒരു ചെറിയ കഷ്ണം വേണം, ഒരു 5 ഏലക്ക വേണം, 1 സ്പൂൺ ജീരകം, പിന്നെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇടണം. അതിനുശേഷം നന്നായിട്ട് പൊടിച്ചെടുക്കുക ചെയ്യേണ്ടത്. നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. പിന്നെ പഞ്ചസാര പൊടിച്ചത് നമുക്ക് കുറച്ചുകൂടെ ആവശ്യം വരുവാണെങ്കിൽ ചേർക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് കുറച്ച് വെള്ളം ചേർക്കുകയാണ്. ഒരു 150 ഗ്രാമോളം ഉണ്ടാവും ഇത്. അതിലോട്ട് 1/2 കപ്പ് വെള്ളം ചേർത്താൽ മതി. അതിനുശേഷം ഇനി ഇത് നന്നായിട്ട് പാവാക്കി എടുക്കുക ചെയ്യേണ്ടത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ തിളപ്പിച്ചെടുത്താൽ മതി. അതിനുശേഷം അതിങ്ങനെ നമ്മളുടെ നൂൽ പരുവമായിട്ട് വരുമല്ലോ, ആ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മൾക്ക് ഈ പാവിന് വേണ്ടത്. അപ്പോൾ അത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മൾക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ തണുത്തിട്ടുള്ള ഈ ചിപ്സ് ഉണ്ടല്ലോ അത് ഇതിലോട്ട് ചേർക്കാം. ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിൻ്റെ ആ പാവൊക്കെ നമ്മുടെ വാഴയ്ക്കയിൽ ആവുന്ന രീതിയിൽ മിക്സ് ചെയ്യുക. അതിനുശേഷം ഈ പൊടിച്ച് വെച്ചതും കൂടെ ചേർക്കുക. അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോഴത്തേക്ക് നമ്മുടെ ആ പാവും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കറക്റ്റായിട്ടുള്ള പാകം ആവും. അഥവാ നിങ്ങൾക്ക് കുറച്ച് വെള്ളം കൂടുതലായിട്ട് തോന്നുകയാണ്, ഈ വെള്ളത്തിൻ്റെ പാവ് കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ പഞ്ചസാര പൊടിച്ചത് ചേർക്കാം. അപ്പോൾ ഇത് എനിക്കിവിടെ കറക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, നമ്മൾ തണുക്കും തോറും ഇത് നല്ല ഡ്രൈ ആയിട്ട് വരുവേ. അപ്പം അങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മൾക്ക് ഇത് കഴിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ല എളുപ്പത്തിലുള്ള ശർക്കര വരട്ടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ ഓണത്തിന് നമ്മൾ വീട്ടിൽ തന്നെ ശർക്കര വരട്ടി ഉണ്ടാക്കാൻ നോക്കുക. അപ്പം അത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനി നമ്മൾക്ക് അടുത്തൊരു ഓണം റെസിപ്പി ആയിട്ട് കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ.